ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ്. 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. നെയ്യ് പാക്ക് ചെയ്യുന്ന പ്ലാന്റിൽ സ്റ്റോക്ക് രജിസ്റ്ററും ലെഡ്ജറും ഇല്ല. ഏത് ദേവസ്വം കൗണ്ടറിലേക്ക് നെയ്യ് കൈമാറിയെന്നും രേഖകളില്ല. കൂടുതൽ കണ്ടെത്തലുകൾക്ക് ഓഡിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഹരിമോഹൻ, ഇതിപ്പോൾ നടക്കുന്നതാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എത്രയോ കാലങ്ങളായി ഇതേ രീതിയിൽ തന്നെയുള്ള വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ഭഗവാന്റെ ആടിയ ശിഷ്ടം നെയ്യ് പോലും വലിയ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത്? ഹരി, അരുൺ, തീർച്ചയായിട്ടും ഈ നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകരാണ് ഈ ആടി ശിഷ്ടം നെയ്യ് വാങ്ങുന്നത്. 100 മില്ലി ലിറ്ററിന്റെ ഓരോ പാക്കറ്റുകളായിട്ടാണ് ഈ ആടി ശിഷ്ടം നെയ്യ് പാക്ക് ചെയ്യാറുള്ളത്. അതിന് ഓരോ പാക്കറ്റിനും 100 രൂപയാണ് വില വരുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പാക്കറ്റുകൾ ശബരിമലയിൽ വന്ന് അത് ഭക്തർ വാങ്ങാറുണ്ട്. പക്ഷേ ഇതിന് ഒരു കണക്കുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ക്രമക്കേടായി വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് ഈ നെയ്യ് പാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നെയ്യ് സൂക്ഷിച്ചിരിക്കുന്ന പ്ലാന്റിൽ ഇത് സംബന്ധിച്ചുള്ള സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല, ലെഡ്ജർ ഇല്ല, മഹസർ ഇല്ല, യാതൊന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല 4 കൗണ്ടറുകളാണ് ദേവസ്വം ബോർഡിൻ്റെതായി സന്നിധാനത്തുള്ളത്. ഈ 4 കൗണ്ടറുകളിൽ ഏത് വഴിയാണ് ഇവയൊക്കെ വിറ്റത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പോലും അതിൽ സൂക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിൽ 3,43,00,000 രൂപയാണ് ഇതിൽ വരുമാനമായി കഴിഞ്ഞ മണ്ഡലകാലത്ത് വരേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ 3,17,00,000 മാത്രമാണ് വന്നത്. അതായത് 25 ലക്ഷം രൂപ ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല. 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല 3 ഉദ്യോഗസ്ഥരെയും 30 ജീവനക്കാരെയുമാണ് ഇതിനോടകം തന്നെ പ്രതി ചേർത്തിട്ടുള്ളത് വിജിലൻസ്. പക്ഷേ ഇത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതായത് ഈ ജീവനക്കാർക്ക് പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല. ഇവർക്ക് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ധാരണയില്ല. അത് ഉദ്യോഗസ്ഥരാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൽ പല ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് വിജിലൻസിന് നൽകുന്നത്. അതിനർത്ഥം ഇത് ഇപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ആടിശിഷ്ടം നെയ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു ക്രമക്കേടല്ല. ഇതിനു മുൻപ് മണ്ഡലകാലങ്ങളിലും സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇതിൽ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ ഓഡിറ്റ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കൂടുതൽ തട്ടിപ്പുകൾ, കൂടുതൽ ക്രമക്കേട് സന്നിധാനത്ത് ആടിശിഷ്ടം നെയ്യുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, അത് എല്ലാ മണ്ഡലകാലത്തും നടക്കുന്ന തട്ടിപ്പാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ പരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് വിജിലൻസ് ആ കണക്കുകൾ മേടിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ ആളുകളെ പ്രതി ചേർക്കണോ, കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കാലത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേക FIR വേറെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ തുക അല്ലെങ്കിൽ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ പ്രതികളാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ വരാനുള്ള സാധ്യത തള്ളുന്നില്ല. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ആടിയ ശിഷ്ടം നെയ്യിലും വലിയ ക്രമക്കേട് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ.